അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ വയനാടുള്ള ദുരന്തം നമുക്കറിയാം. 126ഓളം ആളുകളാണ് ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നമ്മളെക്കൊണ്ട് സഹായിക്കാൻ കഴിയാവുന്ന ഭക്ഷണം, അതേപോലെ വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ട മറ്റു വസ്തുക്കൾ, അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയാമോ അതൊക്കെ നമ്മൾ സഹായിക്കണം. ഇതുപോലെ ഒരു ദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇത്രയും വലിയ ഭീകരമായ ഉരുൾപൊട്ടൽ. അപ്പോൾ ആ ഒരു വിഷയം ഞാൻ മുൻകൂറായിട്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളവരെ സഹായിക്കാനും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നൊരു ഒരു കാര്യം, ഒരു മാസം മുൻപ് മലപ്പുറം ജില്ലയിൽ നിന്ന് കാണാതായ ഒരു കുട്ടിയുണ്ട്, ഇനായ മെഹറിൻ എന്ന പേരുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ പിതാവ് തന്നെയാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറയാം. ആ കുട്ടിയെ ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ തന്നെയാണ് നമ്മുടെ മലപ്പുറം പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ ടീം ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ട് അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫോണൊക്കെ ട്രേസ് ചെയ്തു. അവരുപയോഗിക്കുന്ന പുതിയ സിമ്മും കാര്യങ്ങളൊക്കെ കണ്ടെത്തി. നിരന്തരമായ ശ്രമങ്ങളോടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലൊരു സ്പെഷ്യൽ സ്ക്വാഡാണ് അത് അന്വേഷിച്ചിരുന്നത്. മാഷാ അല്ലാഹ്, ആ ഉമ്മ, ഒരു വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്, ഇനായ മെഹറിൻ എന്ന മുല കുടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സ്വന്തം പിതാവ് തന്നെ അയാൾക്കിഷ്ടമുള്ള ഒരു പെൺകുട്ടിയോടൊപ്പം, ഒരു സ്ത്രീയോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ അതിൻ്റെ ഉമ്മയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് വളരെ ക്രൂരമായിട്ട് കൊണ്ടുപോയത്. ആ കുട്ടിയെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടെത്തിയെന്ന് മാത്രമല്ല, അവരെയൊക്കെ പിടികൂടിയിട്ട് പോലീസുകാർ ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് വനിതാ പോലീസുകാരടക്കമുള്ള ആളുകൾ അങ്ങോട്ട് കൊൽക്കത്തയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുവേണ്ടി സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുകൾ തന്നെ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ ഉമ്മ കാത്തിരിക്കുന്നത് ആ പൊന്നുമോളെ ഇനായ മെഹറിനൊന്ന് കാണാനാണ്. ഇന്നിപ്പോൾ ഇത് അറിയുമ്പോൾ ആ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടിത ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നീ ഒരു ബുധനാഴ്ച നാട്ടിലെത്തിക്കും. നമ്മൾ ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പൊന്നുമോളെ ഉമ്മാൻ്റെ കയ്യിൽ ഒരു പരിക്കും കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം. കഴിഞ്ഞ ദിവസം കൂടി, ഒരു 2 ദിവസം മുൻപടക്കം നമ്മൾ ആ കുട്ടിയെ മറന്നോ എന്ന് ചോദിച്ചിട്ട് ചെയ്തിരുന്നതാണ്. മാഷാ അല്ലാഹ്, വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ആ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത്. ഞാൻ ഇന്നലെ നമ്മുടെ ഒരു ചാനൽ കാണുന്ന ഒരാൾ, ആ കുടുംബം ഇട്ടൊരു സ്റ്റാറ്റസ് എനിക്ക് അയച്ചെന്നു. ഞങ്ങളെ പൊന്നുമോളെ കിട്ടി, സന്തോഷം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരിട്ടൊരു സ്റ്റാറ്റസ്. ആ പൊന്നുമോൾക്കറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയില്ല. കഴിഞ്ഞ ജൂലൈ മാസം 24-നോ 25-നോ ആണ് ഈ പിതാവ് ചെന്നൈയിലോ മദ്രാസിലെങ്ങാനാണ് ജോലി. അവിടെ നിന്ന് പൊടുന്നനെ വന്നിട്ട് വൈഫിനെ വിളിച്ച് പറയാണ്, ഇങ്ങനെ മോളെ ഒന്ന് ഒരുക്കി നിർത്തി, ഒരു കല്യാണത്തിന് പോകണമെന്ന് കരുതിയപ്പോൾ ഈ ഒരു ഉമ്മയും കരുതി അവരും കൂടെ പോകാനുണ്ടെന്ന് കരുതി അവരൊക്കെ റെഡിയായി. അപ്പോൾ ഇയാൾ പറഞ്ഞു, വേണ്ട, എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയാണ് പോകുന്നത്, കുട്ടിയുടെ ആഭരണങ്ങളൊക്കെ ഒരുക്കി കൊടുത്തൊക്കെ റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഉമ്മയെ കബളിപ്പിക്കുകയാണെന്നുള്ളത് ആ ഭാര്യ അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുട്ടീനെയൊക്കെ ഒരുക്കി കൊടുത്തിട്ട് വേഗം, അവരാണെങ്കിൽ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്, പാവങ്ങളാണ് അവർ. ബലിപെരുന്നാൾ കഴിഞ്ഞ് ഉടനെയാണ് ഈ സംഭവം നടക്കുന്നത്. എന്നാൽ ഒരു പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. അങ്ങനെ ആ സമയത്താണ് ഇയാൾ ഈ കുഞ്ഞിനെ കല്യാണത്തിനാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ കുട്ടിയെക്കുറിച്ചൊരു വിവരമില്ല. അന്ന് ആ പെൺകുട്ടിക്ക് ചെറുതായിട്ട് ചെറിയ പനിയുണ്ട്. ആ കുട്ടിക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു ഉമ്മയിൽ നിന്നും കുഞ്ഞിനെ വേർപ്പെടുത്തുന്നത് പാടില്ല എന്ന് അറിഞ്ഞിട്ട് കൂടിയാണ് ആ പിതാവ് ഈ കടുങ്കൈ ചെയ്തത്. അപ്പോൾ ആ ഉമ്മ ഭർത്താവിനെ വിശ്വസിച്ചിട്ട് ആ കുഞ്ഞിനെ കൊടുത്തതാണ്. ആ കുഞ്ഞിനെ കൊടുത്തിട്ട് പിന്നെയാണ് അറിയുന്നത് ഭർത്താവിനെയും കുഞ്ഞിനെയും കാണുന്നില്ല. അന്വേഷണമായി. പിന്നെ പിറ്റേ ദിവസം കൊണ്ടോട്ടിയിലെ ഒരു ഇതിൽ അവരെ ഒരു യുവതിയുമായിട്ട് കണ്ടു എന്നുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടു. ആ യുവതിയോടൊപ്പം 4-5 വയസ്സുള്ളൊരു കുട്ടിയും കൂടിയുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത ആ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത്, ആ കുട്ടിയുടെ ഉമ്മാക്ക് മനസ്സിലാവുന്നത്. താൻ കബളിപ്പിക്കപ്പെട്ടു, തൻ്റെ കുഞ്ഞിനെയുമായിട്ട് തൻ്റെ ഹസ്ബൻഡ് തന്നെ കടന്നു കളഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഒടുവിൽ അത് കേസായി, അന്വേഷണമായി. പിന്നീട് അവർ കോഴിക്കോട് വരെ പോകുന്നതൊക്കെ CCTV ദൃശ്യങ്ങൾ കണ്ടു. അപ്പോൾ യുവതി ആരാണെന്ന് അന്വേഷണത്തിൽ യുവതി കൊൽക്കത്തയിലെ ഒരു യുവതിയാണെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ അന്വേഷണം ഊർജിതമാക്കി. പോലീസ് കാര്യമായിട്ട് അന്വേഷിച്ചിരുന്നു. അങ്ങനെ സ്ഥലം MLA, മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഈ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിനും വിടണം, കുട്ടിയെ വേഗം കണ്ടെത്തണം എന്നുള്ള ആവശ്യത്തിലായിരുന്നു. ആ ഉമ്മ കുഞ്ഞിനെ കാണാതെ വളരെ വലിയ വിഷമത്തിലായിരുന്നു. ഒരിക്കലും ആ ഉമ്മാക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അത്ര വലിയൊരു സാഹചര്യത്തിലായിരുന്നു ആ കുട്ടിനെ നഷ്ടപ്പെട്ടത്. ഓരോ ദിവസവും ഉറങ്ങാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് തളർന്നു പോകുന്ന ഒരു ഉമ്മയാണ് ആ വീട്ടുകാർ കണ്ടത്.
അവർ വളരെ സാധാരണ ഒരു കുടുംബമാണ്, വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു വന്നിരുന്നൊരു കുടുംബമാണ്. ആ ഒരു സ്ത്രീക്ക് തൻ്റെ മകളെ കൂടി നഷ്ടപ്പെട്ടപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയം ഗൗരവത്തിലെടുക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും മലപ്പുറം ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡിനെ തന്നെ രൂപീകരിച്ചിട്ട് ഈ എല്ലാ നീക്കങ്ങളും രഹസ്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. ഇയാൾ എവിടെയൊക്കെയാണ് പോകാൻ സാധ്യത, ഈ പെണ്ണുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ്, അങ്ങനെ ഇയാളുടെ സുഹൃത്തുക്കളിൽ നിന്നും ഇയാൾ ജോലി ചെയ്ത മദ്രാസിലെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വിഷയങ്ങൾ ആരാഞ്ഞു. ഇയാൾ ഒരുപാട് പേർക്ക് പണം കടം കൊടുക്കാനുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. ബിസിനസ് സംബന്ധമായിട്ടുള്ള കടങ്ങൾ വന്നതാണ്. അപ്പോൾ ആ കടങ്ങൾ വന്ന ആളുകളൊക്കെ നേരത്തെ വീട്ടിൽ വന്നിട്ട് കാശ് ചോദിച്ച സംഭവങ്ങളൊക്കെ പോലീസിന് അറിയാം. അങ്ങനെ പോലീസ് നന്നായിട്ട് വല വിരിച്ചു. അപ്പോൾ ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എവിടെയൊക്കെ എത്താം എന്നുള്ള ആരൊക്കെയുമായിട്ട് ബന്ധപ്പെടാം എന്നുള്ള സാധ്യതകളിലേക്കാണ് പോലീസ് തിരിഞ്ഞത്. അവർ ഫോൺ ഒഴിവാക്കിയിട്ടായിരുന്നു അവരുടെ യാത്ര. അതുകൊണ്ട് പോലീസിന് തുടക്കത്തിൽ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സ്ത്രീയുടെ ആർക്കൊക്കെ വിളിക്കാം എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടും ഇവൻ്റെ സുഹൃത്തുക്കളിൽ ആർക്കൊക്കെ വിളിക്കുമെന്ന് മനസ്സിലാക്കി അവരുടെ ഫോണുകളൊക്കെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിരുന്നു. അങ്ങനെയാണ് ചില ഫോൺ കോളുകളിൽ നിന്ന് ഇവർ കൊൽക്കത്തയിലുണ്ട് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയത്. പോലീസ് ആ സമയത്ത് തന്നെ ബംഗാൾ ഭാഷയിലും മറ്റു ഉറുദുവിലും ഹിന്ദിയിലുമൊക്കെ ഇവരെ കണ്ടെത്തണം എന്നുള്ള ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. ഒരു വിഭാഗം ആളുകൾ മനുഷ്യാവകാശ സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് പോലീസിൻ്റെ അന്വേഷണം വളരെ മോശമാണെന്ന് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പോലീസ് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. പോലീസ് അന്വേഷണം ഉചിതമായി നടക്കുന്നുണ്ട്. ഇതിനിടക്കാണ് മുഖ്യമന്ത്രിയെ കണ്ട് MLA അടക്കമുള്ള ആളുകൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൊടുക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തിയത്. ആ സമയത്ത് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് ഞങ്ങൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, ഉടൻ വലയിലാകുമെന്നാണ്. ഇപ്പോൾ ഈ ഒരു വയനാടുള്ള ഈ ഉരുൾപൊട്ടലും വലിയ അപകടങ്ങളും ഇത്രയും വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതിനിടയിലാണ് ഈ ഒരു പെൺകുട്ടിയെ കിട്ടിയ ഒരു സന്തോഷ വാർത്ത അറിയുന്നത്. ഇതിൻ്റെ ഒരു സന്തോഷത്തിന് ആഴം മനസ്സിലാവണമെങ്കിൽ ഒരു മാസമാവുന്നു, ഒരു മാസത്തിലേറെ ആവുന്നു ആ കുഞ്ഞിനെ കാണാതെ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു ഉമ്മയുടെ അരികിലേക്കാണ് ആ കുഞ്ഞിനെ കിട്ടി എന്നുള്ളൊരു വാർത്ത അറിയുന്നത്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. കാരണം അതോടൊപ്പം തന്നെ അവിടെ നിന്നൊരു റുക്കിയ എന്ന് പറയുന്ന ഒരു ഉമ്മയെയും, പ്രായമുള്ളൊരു ഉമ്മയെയും, ഒരു അൽഷിമേഴ്സ് മറവി രോഗം ബാധിച്ചൊരു ഉമ്മയും ഇതിനു മുമ്പ് കാണാതായിട്ടുണ്ട്. അവരെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇന്നത് വരും. അപ്പോൾ പലരും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് വെച്ചിരുന്നു, ഇനായ മെഹറിനെ കണ്ടു കിട്ടിയെന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ എന്നുള്ളപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാനിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾക്കാണ് പ്രാമുഖ്യം കൊടുത്തതുകൊണ്ടാണ് ഈ വിഷയം പറയാതിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ഒരു അപകടവും കൂടാതെ ആ പൊന്നുമോളെ കിട്ടി എന്നുള്ളത്. അൽഹംദുലില്ലാ, എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും അതിന് അറുതിയാവില്ല. കാരണം പടച്ചറബിനോട് നന്ദി പറയണം. ജില്ലാ പോലീസ് സൂപ്രണ്ടും അതേപോലെ അതിനുവേണ്ടി പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അവരൊക്കെ നിരന്തര ശ്രമങ്ങളിലൂടെയാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ചത്. ഏതായാലും ആ കുട്ടിയെ കണ്ടെത്തി കുട്ടീനെ ഉമ്മാൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഉമ്മാക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ആ കുഞ്ഞിൻ്റെ മുഖമൊന്ന് കാണാൻ പോലീസുകാരിപ്പോൾ ഇന്ന് വനിതാ പോലീസ് അടക്കമുള്ള ആളുകളോടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഉമ്മാക്ക് മോളെ കാണിച്ചു കൊടുക്കും. ഒരു കുഴപ്പമില്ല. കുഞ്ഞു ഉമ്മാനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു നിമിഷമുണ്ട്. അൽഹംദുലില്ലാ, ഒരു നിമിഷം, ഒരു സമാഗമത്തിൻ്റെ ഒരു നിമിഷം. എൻ്റെ പ്രിയപ്പെട്ട മോളെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പ്രിയപ്പെട്ട മോളെ തിരിച്ചു കിട്ടുന്ന ഒരു ഉമ്മയുടെ സന്തോഷം. ആരൊക്കെയോ എഴുതിയിരുന്നു, ഉപ്പല്ലേ കൊണ്ടുപോയിട്ടുള്ളത്, പിന്നെന്താ പേടിക്കാനില്ലല്ലോ. ഉപ്പ കൊണ്ടായാലും വല്യപ്പ കൊണ്ടായാലും ഉമ്മയിൽ നിന്ന് നിർബന്ധപൂർവം പിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നൊരു നിമിഷം എന്ന് പറഞ്ഞാൽ വലിയ ദുരന്തത്തിൻ്റെ നിമിഷമാണ്. ആ നിമിഷത്തിൽ ചെറിയൊരു സന്തോഷമാണ്. എത്രയോ ആളുകളുടെ ജീവനാണ് വയനാട് ഉരുൾപൊട്ടൽ ഇല്ലാതായത്. വിരുന്ന് വന്ന ആളുകളടക്കം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും കിട്ടുന്നില്ല. വയനാടുള്ള ആളുകളുടെ 32ഓളം മൃതദേഹങ്ങൾ 15ഓളം കിലോമീറ്ററുകളോളം നീളത്തിൽ ഒഴുകിപ്പോയ പുഴയിൽ നിന്ന് ചാലിയാർ ഒരു മരണപ്പുഴയായിട്ട് മാറി എന്നുള്ളതാണ്. ഞാൻ ആ വിവരണങ്ങൾ എനിക്ക് പറയാൻ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന. എനിക്കത് നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെയോ പ്രിയപ്പെട്ട ആൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റിലൊക്കെ എഴുതിയിരുന്നു. അള്ളാഹു അവർക്കൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു മരണപ്പെട്ടവർക്ക് കൊടുക്കട്ടെ. അപ്പോൾ വയനാട് ദുരന്തത്തിൽ നമ്മുടെ ഇന്നും പ്രിയപ്പെട്ടവർ അകപ്പെട്ടിട്ട ആളുകൾ ഉണ്ടെങ്കിൽ വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കുട്ടിയെ കിട്ടിയ സന്തോഷം ഈ ഒരു ദുരന്തത്തിനിടയിലും വളരെ വലിയൊരു ആശ്വാസമാണ്. ഒരു ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനെ കിട്ടുന്നു, കുഞ്ഞിന് തൻ്റെ ഉമ്മയെ കിട്ടുന്നു. ആ കുട്ടിക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പിന്നെ അത് കൊണ്ടുപോയവർക്കൊക്കെ ഉള്ളത് നിയമപരമായിട്ട് കിട്ടേണ്ടത് കിട്ടട്ടെ. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ വേവലാതിപ്പെടേണ്ട. പക്ഷേ ആ കുഞ്ഞിനെ ഉമ്മയിലേക്ക് കിട്ടുന്നൊരു നിമിഷം നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. അസ്സലാമു അലൈക്കും.